ഹലോ മക്കളെ, അങ്ങനെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ പ്രീ നീറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പം പ്രീ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു. നിങ്ങളുടെ മാർക്സൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എത്ര മാർക്സാണ് കിട്ടിയത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ആ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര റാങ്ക് കിട്ടി, നിങ്ങൾ ടോപ്പ് 50 വരുന്ന ആൾക്കാരാണോ, ഫസ്റ്റ് റാങ്ക് ആരാണോ, സെക്കൻഡ് റാങ്ക് ആണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എപ്പോഴും പോകുന്ന പോലെ തന്നെ നമ്മളുടെ examwinner.com വരിക. ആൻഡ് അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഹബ്ബ് എടുക്കുക. എക്സാം ഹബ്ബിൽ നിങ്ങൾക്ക് പ്രീ കീമാണ് വേണ്ടെങ്കിൽ പ്രീ കീം എടുക്കുക, പ്രീ നീറ്റ് ആണെങ്കിൽ പ്രീ നീറ്റ് എടുക്കുക. അപ്പോൾ മിസ് ഇത് ഇവിടെ നിങ്ങൾക്ക് പ്രീ നീറ്റ് എടുക്കുകയാണ്. അപ്പോൾ പ്രീ നീറ്റ് എടുക്കുന്ന സമയത്ത് പ്രീ നീറ്റ് +1 റാങ്ക് ലിസ്റ്റും കാണാം, പ്രീ നീറ്റ് +2 റാങ്ക് ലിസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ എന്തെടുക്കുകയാണ്, പ്രീ നീറ്റ് +1 റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രീ നീറ്റ് +1 റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF എൻ്റെ മക്കളെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പം മിസ് ഈ PDF ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ ബേസിലാണ് ഇവിടെ നിങ്ങളുടെ റാങ്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പം മിസ് ഇത് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ കാണാം അല്ലേ. ഇപ്പം ഇവിടെ എടുത്തിട്ടുള്ള റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2068 വരുന്ന റോൾ നമ്പർ. അപ്പോൾ 2068 വന്ന ആ ഒരു കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് റാങ്ക് ആണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ് 2068. അപ്പോൾ ആ ആൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ എത്രയാണ്, 567 ആണ്. അതായത് ടോട്ടൽ 720 മാർക്സിൽ കിട്ടിയിട്ടുള്ള റാങ്ക് 567 ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണാം, അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ ബേസിൽ നിങ്ങളുടെ സ്കോർ ഉണ്ട്, നിങ്ങളുടെ റാങ്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ അതല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോൾ മിസ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു PDF അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ, ടോട്ടൽ സ്കോർ, അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ ആൻഡ് റാങ്ക് കാണാം. അപ്പോൾ എന്താണ് ഈ ഒരു അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ ഈ +1 പ്രീ നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചൊരു കൂടിയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ +1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു പ്രീ നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പം ആ ഒരു സീരിയസ്നെസ്സിലല്ല ഉണ്ടായിരിക്കുക അല്ലേ. +2കാർ എഴുതുന്ന ആ ഒരു സീരിയസ്നെസ്സോട് നിങ്ങൾ ഈ ഒരു പ്രീ നീറ്റ് എക്സാം ആ ഒരു ലെവലിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ആൻഡ് നിങ്ങൾ +1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആൻഡ് ഇത് കുറച്ച് ഡിഫിക്കൽട്ടുമായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടി, ഈ ഒരു സ്കോർ കിട്ടി. അപ്പം നിങ്ങൾ ഈ ലെവലിൽ നിൽക്കുന്ന ഇപ്പോൾ നിങ്ങൾ പ്രീ നീറ്റ് എക്സാം +1ൻ്റെ പ്രീ നീറ്റ് എക്സാം എൻ്റെ മക്കൾ എഴുതിയപ്പം ഇതേ ലെവലിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ +2 നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ കാണിക്കുന്നത്. അപ്പം 567 ഈ ഒരു +1 പ്രീ നീറ്റ് എക്സാമിന് കിട്ടിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒറിജിനൽ നീറ്റ് എക്സാമിന് 673 673 മാർക്സ്, അതായത് 720ൽ 673 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു വളരെ നല്ല സ്കോറാണ്. നമ്മളെപ്പോഴും 720ൽ ഒരു 650 മുകളിൽ കിട്ടിയാൽ സേഫ് സ്കോറാണെന്നാണ് പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 547 കിട്ടിയുള്ള ആൾക്ക് 653 +2 നീറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇതേ ലെവലിൽ പഠിക്കുകയാണെങ്കിൽ. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ കാണാം. ഓക്കെ, പക്ഷേ നിങ്ങളിതിൽ മിസ്സിനൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ നീറ്റ് സ്കോർ കണ്ടിട്ട് അയ്യോ എനിക്ക് ഇത്രയും മാർക്സ് ഉള്ളൂ, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് 500 കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് 400 കിട്ടിയുള്ളൂ. പക്ഷേ നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട, ഡീമോട്ടിവേറ്റഡ് ആവണ്ട. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു 430 മാർക്സ് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതേ ലെവലിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് 536 മാർക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിന് അവരുടെ റാങ്ക് എത്രയാണ് വരുന്നത്, 20 ആണ്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ആൻഡ് മിസ് ഈ റാങ്ക് ലിസ്റ്റിനെ എന്താക്കിയിട്ടുണ്ട്, 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കാറ്റഗറി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ 450 എബവ് ആണ്. ഓക്കെ, 450 എബവ്. അപ്പം നമ്മളെ ഈ ഒരു +1 പ്രീ നീറ്റിൽ നിങ്ങളുടെ അഡ്ജസ്റ്റഡ് സ്കോർ, ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് അഡ്ജസ്റ്റഡ് സ്കോർ. അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ ഓക്കെ, അത് 450 എബവ് ആണെങ്കിൽ
നിങ്ങൾ അത്യാവശ്യം നല്ല ലെവലിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് നമ്മളുടെ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് റാങ്ക് വാങ്ങിക്കാനും അതേപോലെ തന്നെ 650 എബവ് സ്കോർ ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ നീറ്റ് സ്കോർ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ഒറിജിനൽ നീറ്റ് സ്കോറിൽ തന്നെ നിങ്ങൾക്കൊരു 450 എബവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനത്തിന് ഞാൻ ഇതേ ലെവലിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ നോക്കുക, എനിക്ക് +2 ഇത്രയും കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 450 എബവിലുള്ള ആളാണെങ്കിൽ വളരെ നല്ല കാര്യം മക്കളെ, ഇതേപോലെ തന്നെ പഠിച്ചു പോവുക. ആൻഡ് +2 എത്തുന്ന സമയത്തും ഈ ഒരു ആവേശം അങ്ങോട്ട് ചോർന്നു പോവാതെ നല്ല പോലെ തന്നെ പഠിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് വളരെ അധികം സ്കോപ്പാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നീറ്റ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ ദൂരെ അല്ല എന്നുള്ളൊരു കാര്യം കൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ചാൻസാണ്. കാരണം നമ്മളുടെ പഠനം വിലയിരുത്താൻ, നമ്മളെ എക്സാം എഴുതുന്ന നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താൻ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ചാൻസാണ്. അപ്പോൾ 450 എബവ് കിട്ടിയുള്ള ആൾക്കാരെല്ലാവരും മനസ്സിലാക്കുക, നന്നായിട്ടാണ് പോകുന്നത്. ഇതിലും ബെസ്റ്റായിട്ട് ഇനിയും എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്തൊരു കാറ്റഗറി, അതാണ് 300ൻ്റെയും 450ൻ്റെയും ഇടയിൽ വന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇതേ ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ എത്രയാണ് വന്നിരിക്കുന്നത്, ഒരു 450ൻ്റെയും 300ൻ്റെയും ഇടയിലാണ്. നമുക്ക് ഒരു മെഡിക്കൽ കോളേജിൽ, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഈ സ്കോർ വെച്ച് പോകാൻ പറ്റില്ല. പക്ഷെ ഒട്ടും സാധ്യതയില്ലാത്ത ആളാണോ? അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് 500 എബവിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, ഒന്നുകിൽ നിങ്ങളിതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ വെറുതെ ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങളായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധ്യതയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ, ഒരു 450 കിട്ടുള്ളൂ. പക്ഷേ അത്രയും മതിയോ നമുക്ക്? അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജിലും, നല്ലൊരു മെഡിക്കൽ കോളേജിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടി നല്ലോണം പോലെ പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി നമ്മളുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 ബിലോ കിട്ടിയ ആൾക്കാരാണ്. അതായത് നമ്മുടെ അഡ്ജസ്റ്റഡ് നീറ്റ് സ്കോർ 300 ബിലോ കിട്ടിയ ആൾക്കാർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 2 കാര്യങ്ങളാണ് ഇതിലെടുക്കേണ്ടത്. ഒന്ന്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്ക് എന്താണ് 300 ബിലോ ആയത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് നന്നായിട്ട് പഠിച്ചു, +1 നീറ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ്സുകൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തു, എന്നിട്ടും 300 ബിലോ ആണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങൾ മോശമായതുകൊണ്ടല്ല. അതിനർത്ഥം നമ്മൾ പഠിക്കുന്ന രീതിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നുകിൽ നമ്മൾ പഠിക്കുന്ന രീതി, കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല. നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടാവും, പക്ഷേ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കുന്നില്ല പഠിക്കുന്നുണ്ടാവുക. രണ്ടാമതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വരുത്തിയ എറേഴ്സ് ആയിരിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ റിവിഷൻ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഏതോ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും എവിടേക്ക് എത്താത്തത്, നമ്മളുടെ ഈ ഒരു നല്ല സ്കോറിലേക്ക്. നല്ല സ്കോറാണെന്നല്ല, 300 ബിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതെന്താണ് നമ്മളുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല, പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് 300 ബിലോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പഠിക്കാതെ പോലും ഇത്രയും മാർക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ ഒരു മാർക്സ് അല്ലെങ്കിൽ ഈ ഒരു സ്കോർ കണ്ടിട്ട് എൻ്റെ മക്കൾ ഡീമോട്ടിവേറ്റഡ് ആവുകയല്ല വേണ്ടത്. നേരെ മറിച്ച് നമ്മളതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 450 എബവ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇതിനെ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, യെസ് ഞാൻ നല്ലൊരു ട്രാക്കിലാണ്, ഞാൻ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്, ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ 450ൻ്റെയും അതുപോലെ 300ൻ്റെയും ഇടയിൽ കിട്ടിയിട്ടുള്ള മക്കൾ കുറച്ചുകൂടി, നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമല്ല, നിങ്ങളിത് ഇങ്ങനെ കൈ എത്തുന്ന ദൂരത്താണുള്ളത്, അതൊന്ന് നമ്മൾ ഇങ്ങനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് കൂടി ഇടണം.
ആൻഡ് 300 ബിലോ കിട്ടിയിട്ടുള്ള മക്കൾ കാര്യമായി മനസ്സിലാക്കണം, അതിനെ അനലൈസ് ചെയ്യണം. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്? നിങ്ങൾ പഠിച്ച രീതിയിലുള്ള കുഴപ്പമാണോ? നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമാണോ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ? നിങ്ങൾ റിവിഷൻ ചെയ്യാത്തതാണോ? എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. ഇനി പഠിക്കാത്തത് കൊണ്ടാണ് 300 ബിലോ കിട്ടിയതെങ്കിൽ ഇനിയും നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പഠിക്കുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾക്ക് ഇനിയൊരു വർഷം കൂടെ നമ്മളുടെ കയ്യിലുണ്ട്, നമ്മളുടെ മുന്നിലുണ്ട്. ആൻഡ് നമ്മുടെ ഹാഫ് സിലബസ് അവിടെയാണ് കിടപ്പുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ വർക്ക് ചെയ്യുക. ഓക്കെ, നല്ലപോലെ വർക്ക് ചെയ്യുക, എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ മക്കൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഒരു റിസൾട്ട് ഞാൻ കാരണം വരുത്തിയതാണോ അതോ ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് വരുത്തിയതാണോ എന്നുള്ളത് നിങ്ങൾ സിൻസിയറായിട്ട് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ചുമ്മാ കമൻറ്റ് ചെയ്ത് പോവല്ല ചെയ്യേണ്ടത്, ഞാനിതിന് എന്ത് മാറ്റം വരുത്തും എന്നുകൂടെ നിങ്ങളൊരു തീരുമാനം എടുക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പം നീറ്റിനൊക്കെ ആണെങ്കിൽ +2-നാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യുക. ആൻഡ് നമ്മുടെ എക്സാം വിന്നറിനാണെങ്കിൽ നമുക്ക് നമ്മുടെ വേദ ബാച്ചൊക്കെ ഉണ്ട്, താല്പര്യമുള്ള മക്കൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ രീതിയിൽ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നീറ്റ് എന്നതുള്ളത് നിങ്ങളുടെ സ്വപ്നമാണ്, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് അതിനെ കാണുക, പഠിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു അനാലിസിസ് നിങ്ങളുടെ മാർക്സിനോട് എന്താണ്, നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ യെസ്, കീപ് ഗോയിങ്, അതേപോലെ തന്നെ വർക്ക് ചെയ്യുക. ഇനി അല്ല എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് കൂടി എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അതേപോലെ തന്നെ റാങ്ക് കിട്ടിയ മക്കളെല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ടോപ്പ് 3 വരുന്നവർക്കും ടോപ്പ് 50 വന്നവർക്കും അല്ലാതെയുള്ള മക്കൾക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കൺഗ്രാറ്റ്സ്. ഇനിയും മുന്നോട്ട് പോകാൻ മക്കളെ, നമ്മളുടെ കയ്യിലൊരു വർഷം കൂടി സമയമുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുക. എന്നിട്ട് ഇനിയിപ്പോൾ +2-ലൊക്കെ ഇതേപോലെ ഒരു പ്രീ നീറ്റ് എക്സാം ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കമ്പയർ ചെയ്യാം. +2-ൽ എഴുതുന്ന സമയത്ത് +1-ൽ എനിക്ക് ഇത്രയായിരുന്നു, ഞാൻ ഇത്രയും ഇമ്പ്രൂവ് ചെയ്തത് എൻ്റെ എഫേർട്ടാണ്, അത് തരുന്നൊരു കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.